ഹലോ ആൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയ എന്താണ്, എങ്ങനെ ഒരു റെസ്യൂമേ എന്നുള്ള ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതും കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ എന്നുള്ള ഒരു ലൈൻ ഓഫ് കോഡ് വെച്ച് മാത്രം നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പഠിച്ചിരുന്നത്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അപ്പോ നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C# ബേസിക് ടോപ്പിക്കുകളാണ്. അപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതായത് ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേറൊരു ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഒരു പോർഷൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബിഗിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിരുന്നാലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഇതിൽ വരുന്ന എക്സസൈസുകൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിംഗിലേക്ക് കയറാൻ കുറച്ചുകൂടി ഈസി ആയി. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളതെന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. ബേസിക്സ് C#. അപ്പോൾ C# ടോപ്പിക്സ് നമ്മൾ പൊതുവായിട്ട് ഡേറ്റ ടൈപ്സ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, പിന്നെ വരുന്നത് ഫങ്ഷൻസ്, പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റുകളും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മൊഡ്യൂളിലേക്ക് ഡീപ്പായിട്ട് നമുക്ക് കടക്കാം. താങ്ക് യു.